ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് സൗദി അറേബ്യയിലെ റിയാദിലുള്ള റിയാദ് മെട്രോയിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ വീഡിയോയിൽ മെട്രോയുടെ പുതിയ കാഴ്ചകൾ കാണാം, അതുപോലെ പുതിയ വിശേഷങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. ഏകദേശം 10 വർഷം കൊണ്ടാണ് ഈ പ്രൊജക്റ്റ് പൂർത്തിയായിട്ടുള്ളത്. 176 കിലോമീറ്ററിൽ 85 റെയിൽവേ സ്റ്റേഷനുകളാണ് മെട്രോ സ്റ്റേഷനുകളാണ് ഇതിലുള്ളത്. ഏറ്റവും സിമ്പിളായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും വളരെ ലഘുവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെട്രോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾക്ക് ഒരു കൺഫ്യൂഷനൊന്നും വരാത്ത രീതിയിൽ നമുക്ക് പൊതുവേ ഒരു മെട്രോയിൽ യാത്ര ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുവെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്, ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അതൊക്കെ ഇവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ നമുക്ക് 2 മണിക്കൂറിന് ഏകദേശം 4 റിയാലാണ് ചാർജ് കിട്ടുന്നത്. ഇപ്പോൾ ഇനി അത് നമ്മൾ 4 മണിക്കൂറിനാണെന്നുവെച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8 റിയാലാണ് ചാർജ് വരുന്നത്. നമുക്ക് അവിടെ ട്രാവലിങ്ങിന് കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കാർഡിന് 10 റിയാലും പിന്നെ റീചാർജിങ് ആണ് 5 റിയാലിൻ്റെ 10 റിയാലിൻ്റെ അങ്ങനെ 50 റിയാൽ ഇങ്ങനെ പല റീചാർജിങ് ആണുള്ളത്. അപ്പോൾ 10 റിയാലിൻ്റെ കാർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 റിയാലിൻ്റെ റീചാർജ് ചെയ്യണമായിരിക്കും നന്നാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂറിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 8 റിയാലാണ് നമുക്ക് അവിടെ ചാർജ് വരിക. അപ്പോൾ ആ സമയം വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു 10 റിയാലിൻ്റെ റീചാർജ് ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി ദർബ കാർഡ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ATM കാർഡ് വെച്ചിട്ട് തന്നെ യാത്ര ചെയ്യാം. അതിനാകുമ്പോൾ പ്രത്യേകിച്ച് സർവീസ് ചാർജ് ഒന്നുമില്ല, വെറും 4 രൂപ മാത്രം 2 മണിക്കൂറിന് നമുക്ക് എടുത്താൽ മതി. ആദ്യ യാത്ര ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത് മുറബ മെട്രോ സ്റ്റേഷനിൽ നിന്നും KFDയിലേക്കാണ് പോയത്. പിന്നെ അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് KFDന്ന് എയർപോർട്ടിലേക്കാണ് നമ്മൾ പോയത്. ഏറ്റവും ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. കാരണം ഇവിടെ ഇത്രയും തിരക്കിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് എയർപോർട്ടിലൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റും. കാരണം ട്രാഫിക് ഇല്ലാണ്ട് എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര സംഭവമാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ ഇല്ലാത്ത ഒരു വാഹനം എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതം തന്നെയല്ലേ. അതൊരു മെട്രോയിൽ അങ്ങനെ നമുക്ക് എത്ര ദൂരം വേണ്ടിച്ചെങ്കിലും ഒരു ഡ്രൈവർ ഇല്ലാത്ത വാഹനത്തിൽ നമ്മൾ എത്രത്തോളം ദൂരം നമ്മൾ സഞ്ചരിക്കുക അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ കാഴ്ചകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ കെട്ടിടങ്ങൾ നമ്മൾ ചില സമയത്ത് നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരു രീതിയിലുള്ള കാഴ്ചകളാണ്. ഇത് നേരെ മെയിൻ റോഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ കുറേ ഹൈറ്റിലൂടെയാണ് പോകുമ്പോൾ അപ്പോൾ അതിലേറെ മറ്റുള്ള എന്താ പറയുക ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് ആളുകൾ ഈ മെട്രോൻ്റെ ഈ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നുണ്ട്. കാരണം അത്രയും എന്താ പറയുക ആൾക്കാർക്ക് ഏതാൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രവാസികൾക്കാണെങ്കിലും അതുപോലെ സിറ്റിസൺസിനാണെങ്കിലും ആർക്കാണെങ്കിലും എത്ര നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെട്രോ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ കാണുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രത്യാശയോടുകൂടി ഇന്നിവിടെ പറഞ്ഞു പിരിയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിഷു ഏപ്പിക്കാട്.